എല്ലാവരും ഇന്ന് പുലർച്ചെ കണ്ണ് തുറന്ന് കേട്ടത് ഇന്ത്യയെ നടുക്കുന്നൊരു വാർത്തയായിരുന്നു. കണ്ണ് തുറന്നപ്പോൾ തന്നെ ഇത്തരം ഞെട്ടിക്കുന്ന വാർത്തകൾ ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. അതിനപ്പുറമായിരുന്നു ആ വാർത്തകൾ. ഡൽഹിയിൽ വലിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആളുകൾ നഷ്ടമായി. ഒരു കുടുംബത്തിന് പോലും എത്ര കുടുംബമാണ് നശിച്ചതെന്ന് പറയാൻ സാധിക്കാതെയായി. അത്രമാത്രം കഠിനമാണ് ആ സ്ഫോടനം. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ ഉത്തർപ്രദേശിലെ അമ്രോയയിൽ നിന്നുള്ള 2 ചങ്ങാതിമാരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയാം. വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് ഇവരുടെ മരണവാർത്ത. ഹസൻപൂരിൽ നിന്നുള്ള 52 വയസ്സുകാരനായ വളം വ്യാപാരി ലോകേഷ് അഗർവാളും മംഗ്രോള ഗ്രാമത്തിൽ നിന്നുള്ള 34 വയസ്സുകാരനായ DT ബസ് കണ്ടക്ടറും അശോക് ഗുജ്ജറുമാണ് മരണപ്പെട്ടത്. ലാൽ ഖില മെട്രോ സ്റ്റേഷന് സമീപം തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ സ്ഫോടനത്തിലാണ് ഇരുവരും തൽക്ഷണം കൊല്ലപ്പെട്ടത്. അസുഖബാധിതനായ ഒരു ബന്ധുവിനെ സന്ദർശിക്കാനാണ് ലോകേഷ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നത്. ഇരുവരും ലാൽ ഖില മെട്രോ സ്റ്റേഷന് സമീപം വെച്ച് കാണാമെന്ന് നേരത്തെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് ഈ സ്ഫോടനം നടന്നത്. ടെലിവിഷൻ വാർത്തകളിലൂടെയാണ് കുടുംബാംഗങ്ങൾ ദുരന്ത വാർത്ത അറിഞ്ഞത്. അശോകിൻ്റെ മരണവാർത്ത മംഗ്രോള ഗ്രാമത്തിൽ വലിയ ദുഃഖം പടർത്തി. തിങ്കളാഴ്ച രാത്രി അമ്രോഹ പോലീസ് ഉദ്യോഗസ്ഥർ അശോകിൻ്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ DTC കണ്ടക്ടറായിരുന്നു അശോക്. കുടുംബത്തിൻ്റെ ഏക ആശ്രയം കൂടിയായിരുന്നു അദ്ദേഹം. ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചവരുടെ പട്ടികയിൽ അശോകിൻ്റെ പേരുണ്ടെന്ന് കണ്ടപ്പോൾ ബന്ധുവായ പപ്പുവിന് ഞെട്ടൽ തോന്നുകയായിരുന്നു. അശോക് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പപ്പു പലരെയും വിളിച്ചു. അശോകിൻ്റെ ബൈക്ക് കാണാനില്ലെന്നും പോലീസ് അറിയിച്ചതായി പപ്പു പറഞ്ഞു. ലോകേഷ് കുമാർ ഗുപ്തയെ ചാന്ദ്നി ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ അശോകിനെ ഏൽപ്പിച്ചിരുന്നുവെന്നും പപ്പു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. താനും ലോകേഷും വൈകുന്നേരം ഒരുമിച്ച് സർഗംഗ റാം ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടതാണെന്നും ലോകേഷ് ചാന്ദ്നി ചൗക്കിൽ മെട്രോയിൽ യാത്ര ചെയ്യുകയാണെന്നും പപ്പു കൂട്ടിച്ചേർത്തു. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ ജഗത്പൂരിലാണ് അശോകും ഭാര്യയും 3 മക്കളും 1 മകനും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. അവരുടെ അമ്മ സോംവതി മകൻ്റെ മരണവാർത്തയിൽ അതീവ ദുഃഖിതയാണ്. അതേസമയം ഭീകരാക്രമണങ്ങളുടെ വർധനവ് രാജ്യം അതീവ ഗൗരവത്തോടെ കാണുമ്പോൾ ഇന്ത്യൻ സൈനിക കലാവിരുദ്ധ വിഭാഗമായ രാഷ്ട്രീയ റൈഫിൾസിനെ കൂടുതൽ ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 കുടുംബത്തിൻ്റെ അത്താണികളാണ് നഷ്ടമായത്. ഇത്തരത്തിൽ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നവർ, ജോലിക്ക് പോയവർ അടക്കമുള്ളവരെല്ലാവരും തന്നെ ഇത്തരം മരണത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളാണ് അവിടെ ചിന്നിച്ചിതറിയത്. ഒരുപാട് പേരുടെ സന്തോഷമാണ് അവിടെ ഇല്ലാതായത്. അത്രമാത്രം എല്ലാവരും വേദന അറിയുന്നുണ്ട്, അത്രമാത്രം സങ്കടം എല്ലാവരും അറിയുന്നുണ്ട് എന്ന് കൃത്യമായി ഈ വാർത്തയിലൊക്കെ തന്നെ പറയുന്നുണ്ട്. ഓരോ വാർത്തയും കൃത്യമായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. പ്രേക്ഷകരെല്ലാവരും തന്നെ കൃത്യമായി ഓരോ വാർത്തയും പങ്കുവെക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ സ്ഫോടനം നടന്ന അടുത്തുള്ള ബന്ധുക്കളെയും അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ച് കാര്യം അന്വേഷിക്കുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.